ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലിടലായിരുന്നല്ലോ. അപ്പോൾ ഇത് ഒട്ടനവധി സ്ത്രീകൾ അതിൽ പങ്കെടുക്കുകയും അതിഗംഭീരമായി അവർ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോരുത്തരും പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. അത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങളുമാണ്. സെലിബ്രിറ്റീസുകളും അല്ല സാധാരണക്കാരും ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു സ്ത്രീക്ക് പൊള്ളലേറ്റിരുന്നു. പൊങ്കാല അത് കോഴിക്കോട് സ്വദേശി വെസ്റ്റ് ഹിൽ സ്വദേശിയാണ് വിജിഷയ്ക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത്. അപ്പോൾ അത് ബാക്കിൽ തീ കത്തിച്ചിരുന്ന, അതായത് ബാക്കിൽ അടുപ്പ് പൂട്ടി തീ കത്തിച്ചിരുന്ന അവരിൽ നിന്ന് സാരിയിലേക്ക് തീ പടർന്നു പിടിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടെ നിന്ന് നേരെ സ്റ്റാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അവിടെ എത്തിയിട്ട് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നി ആ ഒരു സംഭവം, ആ ഒരു വാർത്തയും കേട്ട് കഴിഞ്ഞപ്പോൾ. നമ്മുടെ വെസ്റ്റ് ഹിൽ സ്വദേശി വിജിഷയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലച്ചുട്ടി ഫാമിലി എന്ന ഈ ഒരു കൊച്ചു ചാനലിൽ നിന്ന് ലച്ചൂസാണ്. അപ്പോൾ നിങ്ങളേവരും അതുപോലെ തന്നെ ആ ഒരു സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക. അവരെത്രയോ മോഹത്തോടു കൂടിയാണ് കോഴിക്കോടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആ ഒരു ആറ്റുകാൽ പൊങ്കാലയിടാൻ വേണ്ടി അവർ പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ പ്രതീക്ഷകളുമായിട്ടാണ് അമ്മയുടെ അടുത്തെത്തുന്നത്. പക്ഷേ അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം ഇങ്ങനെ സാരിക്ക് തീ പിടിച്ചു, അപ്പോൾ തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. തീ കെടുത്താൻ ശ്രമം നടത്തി, അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയ്ക്കാണ് മരിച്ചത് എന്നാണ് അറിഞ്ഞത്. പക്ഷേ അത് കേട്ടപ്പോൾ ചങ്ക് തകരുകയാണ് ചെയ്തത്. ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങളുമായിട്ട് ചെല്ലുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിൽ നിന്ന് ആ ഒരു ബാഡ് ന്യൂസ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെയൊക്കെ പല വിധത്തിലുള്ള ന്യൂസുകളാണ്. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തായാലും വിജിഷയ്ക്ക് അമ്മയുടെ ആ ഒരു പൊങ്കാലിടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ മരണവും സംഭവിച്ചു. നമുക്ക് വിജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.